എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീത നമസ്കാരം. ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കൂട്ടുകാരെ, നമുക്ക് ബാക്കി ഭാഗം കഥയും കൂടെ കേൾക്കാം അല്ലേ? എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ഈ ദമനകൻ അങ്ങനെ കാളയെയും സിംഹത്തെയും പരസ്പരം ശത്രുക്കളാക്കി കഴിഞ്ഞു. ഇനി കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ദമനകൻ തുടർന്ന് പറഞ്ഞു, ഈ മിത്രങ്ങളെ തമ്മിൽ അകറ്റാൻ ഞാൻ എൻ്റെ ബുദ്ധി പ്രയോഗിച്ചു കഴിഞ്ഞു. ഇത് കാരണം നമുക്കും വലിയ നേട്ടമുണ്ടാകും. സ്വന്തമായി ഒന്നും നേടാൻ ഉപകരിച്ചില്ലെങ്കിൽ എല്ലാ അറിവുകളും വ്യർത്ഥമാണ്. അത് കേട്ടിട്ട് കരടകൻ പറയുകയാണ്, മരിച്ചു മണ്ണടിഞ്ഞാൽ എല്ലാവരുടെയും ദേഹം പുഴുവരിച്ച് ജീർണിക്കും. അങ്ങനെയുള്ള ദേഹത്തെ പീഡിപ്പിച്ചിട്ട് ആർക്കെന്ത് നേട്ടം കിട്ടാനാണ്? ദമനകൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നിനക്ക് രാജ്യതന്ത്രങ്ങൾ അറിയില്ല. കൗശലക്കാരനായ മന്ത്രി ശത്രുവിനെ വളരാൻ വിടില്ല. മധുരതരമായ വാക്കുകളും മനക്കട്ടിയും കൊണ്ട് ശത്രു പോലും അറിയാതെ അവൻ്റെ കഥ കഴിക്കണമെന്നാണ് ചൊല്ല്. കൗശലക്കാരനായ ചതുരകൻ എന്ന കുറുക്കൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? കരടകൻ ആ കഥ കേട്ടിരുന്നില്ല. ദമനകൻ ആ കുറുക്കൻ്റെ കഥ പറയാൻ തുടങ്ങി. കൂട്ടുകാരെ, നമുക്കും ആ കഥ കേൾക്കാൻ തയ്യാറാകാം. ഒരു കാട്ടിൽ വജ്രദംഷ്ട്രൻ എന്നൊരു സിംഹമുണ്ടായിരുന്നു. സിംഹത്തിൻ്റെ മന്ത്രിമാരാണ് ക്രവ്യമുഖൻ എന്ന ചെന്നായയും ചതുരകൻ എന്ന കുറുക്കനും, പിന്നെ ശംഖുകർണൻ എന്ന ഒരു ഒട്ടകവും. ഒരിക്കൽ ഒരാനയുമായി ഏറ്റുമുട്ടിയ സിംഹരാജാവിന് ഗുരുതരമായ പരിക്കുപറ്റി. വേട്ടയാടാനൊന്നും കഴിയാതായി. സിംഹം അവശനായതോടെ മന്ത്രിമാരും പട്ടിണിയായി. ഒരു ദിവസം വജ്രദംഷ്ട്രൻ മന്ത്രിമാരോട് പറഞ്ഞു, നിങ്ങൾ പോയി ഏതെങ്കിലും ജന്തുവിനെ പറഞ്ഞു പറ്റിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞാൻ അവനെ കൊന്നുതരാം. എന്നാൽ മന്ത്രിമാർ ഏറെ അലഞ്ഞു നടന്നെങ്കിലും ഇരയെ ഒന്നും കിട്ടിയില്ല. കൗശലക്കാരനായ ചതുരകൻ ഓർത്തു, ഈ തടിയൻ ഒട്ടകമുള്ളപ്പോൾ മറ്റ് ജന്തുക്കളെ അന്വേഷിച്ച് നടക്കുന്നതെന്തിന്? പക്ഷേ മന്ത്രിയെ കൊല്ലാൻ രാജാവ് സമ്മതിക്കുകയുമില്ല. എന്തെങ്കിലും സൂത്രം പ്രയോഗിക്കണം. ഇങ്ങനെ വിചാരിച്ച് അവർ ശംഖുകർണൻ്റെ അടുത്തെത്തി. ചെങ്ങാതി, ഇങ്ങനെ പോയാൽ നമ്മളെല്ലാം വിശന്നു ചാവും. രാജാവിൻ്റെ വിശപ്പ് മാറ്റാൻ ഒരു വഴിയുണ്ട്. പറയൂ പറയൂ, ഒട്ടകം ആകാംക്ഷയോടെ പറഞ്ഞു. താങ്കൾ സ്വന്തം ശരീരം രാജാവിന് സമർപ്പിക്കുക. വെറുതെ വേണ്ട, 100% പലിശയ്ക്ക്. ശരീരം ഇരട്ടിയായി താങ്കൾക്ക് തിരിച്ചു കിട്ടിയാൽ അത് നല്ല കാര്യമല്ലേ? മണ്ടൻ ഒട്ടകം പറഞ്ഞു. അത് കൊള്ളാമല്ലോ. ഞാനുടനെ രാജാവിനെ കണ്ട് എൻ്റെ ശരീരം സ്വീകരിക്കാൻ പറയാം. പക്ഷേ മരണദേവനോട് പറഞ്ഞ് ഇരട്ടിയായി തിരിച്ചു വാങ്ങിത്തരാമെന്ന് അദ്ദേഹം വാക്ക് തരണം. ശംഖുകർണൻ വൈകാതെ വജ്രദംഷ്ട്രൻ്റെ അരികിലെത്തി കാര്യം പറഞ്ഞു. ശരി, സമ്മതിച്ചിരിക്കുന്നു. വജ്രദംഷ്ട്രൻ ഒറ്റയടിക്ക് ഒട്ടകത്തിൻ്റെ കഥ കഴിച്ചു. ചെന്നായും കുറുക്കനും കൂടി അവൻ്റെ ഇറച്ചി പങ്കുവെച്ചു. ഇത് മുഴുവനും ഒറ്റയ്ക്ക് തിന്നാൻ പറ്റിയെങ്കിൽ, ചതുരകൻ ആലോചിച്ചു. അതിനുള്ള സൂത്രവും അവൻ കണ്ടെത്തി. തിരുമേനി, അങ്ങയുടെ ദേഹം മുഴുവനും ചോരയാണല്ലോ. പോയി കുളിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചാലും. ഞാനും ക്രവ്യമുഖനും ഇവിടെ കാവലിരിക്കാം, ചതുരകൻ സിംഹത്തോട് പറഞ്ഞു. സിംഹം കുളിക്കാനായി ഉടനെ അടുത്തുള്ള അരുവിയിലേക്ക് പോയി. അപ്പോൾ ചതുരകൻ ചെന്നായയോട് പറഞ്ഞു, ആശാനെ, ഇങ്ങനെ നോക്കി വെള്ളമിറക്കി നിൽക്കാതെ ഇറച്ചി കുറച്ചെടുത്ത് കഴിച്ചോളൂ. സിംഹം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. ക്രവ്യമുഖന് സന്തോഷമായി. അവൻ പതുക്കെ ഇറച്ചിയിലൊന്ന് കടിച്ചു. പെട്ടെന്നാണ് കുളി കഴിഞ്ഞു വന്ന സിംഹം ആ കാഴ്ച കണ്ടത്. ആരാടാ എൻ്റെ ഭക്ഷണം എച്ചിലാക്കിയത്? ആരായാലും വെച്ചേക്കില്ല ഞാൻ, സിംഹം അലറി. ചെന്നായ കിലുകിലാ വിറച്ചു. അവൻ കുറുക്കനെ ദയനീയമായി നോക്കി. ഇറച്ചി എച്ചിലാക്കിയിട്ട് താൻ എന്തിനാ എന്നെ നോക്കുന്നത്? കുറുക്കൻ ചോദിച്ചു. അവൻ ചതിച്ചെന്ന് ചെന്നായ്ക്ക് മനസ്സിലായി. ഇനി നിന്നാൽ രക്ഷയില്ലെന്നറിഞ്ഞ് ചെന്നായ ജീവനും കൊണ്ടോടി. അപ്പോഴാണ് ഒരു പറ്റം ഒട്ടകങ്ങളെയും കൂട്ടി ഒരു സംഘം വ്യാപാരികൾ ആ കാട്ടിലൂടെ വന്നത്. ഒട്ടകങ്ങളുടെ കുടമണികൾ കിലുകിലും എന്ന് കിലുങ്ങിക്കൊണ്ടിരുന്നു. അത് കേട്ട് സിംഹം പരിഭ്രാന്തനായി. സിംഹത്തിന് ആ ശബ്ദം പരിചയമുണ്ടായിരുന്നില്ല. ചതുരക, എന്താണ് ആ ശബ്ദം? ഒന്ന് പോയി നോക്കി വരൂ, സിംഹം പറഞ്ഞു. ചതുരകൻ ചെന്ന് നോക്കിയപ്പോൾ അത് വ്യാപാരികളുടെ വരവാണെന്ന് മനസ്സിലായി. അവനൊരു ആശയം തോന്നി. പേടിയോടെ തിരിച്ചോടിക്കൊണ്ട് കുറുക്കൻ പറഞ്ഞു, തിരുമേനി ഓടിക്കോ, മരണദേവനാ വരുന്നത്. സിംഹം പേടിച്ചുപോയി. അതെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അതോ, ആ ശംഖുകർണനോട് 100% പലിശയ്ക്ക് അങ്ങ് ശരീരം വാങ്ങിയില്ലേ? മരണദേവനെ അറിയിക്കാതെ അത് ചെയ്തത് അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടില്ല. 100 ഇരട്ടിയായി അത് തിരിച്ചു വാങ്ങാനാ വരവ്. ചതുരകൻ്റെ വാക്കുകൾ കേട്ട് വജ്രദംഷ്ട്രൻ സ്തബ്ധനായി. അവൻ പിന്നെ നിന്നില്ല. ഒരൊറ്റ ഓട്ടം. ചതുരകന് സന്തോഷമായി. ഇനി ഇറച്ചി മുഴുവനും ഒറ്റയ്ക്ക് തിന്നാമല്ലോ. പിന്നെ കുറച്ചു കാലത്തേക്ക് കുറുക്കന് കുശാലായിരുന്നു. ദമനകൻ ഇപ്രകാരം കഥ പറഞ്ഞു നിർത്തി. അതേസമയം ദമനകൻ പോയ ശേഷം സഞ്ജീവകൻ എന്ന കാള ആകെ ചിന്താക്കുഴപ്പത്തിലായിരുന്നു. എൻ്റെ വിധി ഭയങ്കരം തന്നെ. ഇവിടെ നിന്നും മറ്റെങ്ങോട്ടെങ്കിലും പോയിക്കളയാമെന്ന് വെച്ചാലും കാര്യമില്ല. അവിടെയും മറ്റേതെങ്കിലും ദുഷ്ടമൃഗത്തിൻ്റെ കൈകൊണ്ട് മരിക്കേണ്ടി വരും. വിധിയുടെ കൈകൾ എവിടെ ചെന്നാലും പിടികൂടുമെന്ന് നിശ്ചയമാണ്. എന്തായാലും വരുന്നത് വരട്ടെ.
സിംഹത്തെ നേരിട്ട് ചെന്ന് കണ്ടുകളയാം. ചിലപ്പോൾ അദ്ദേഹം എല്ലാം ക്ഷമിച്ച് മാപ്പ് തന്നാലോ? സഞ്ജീവകൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. വേഗം പിങ്കളകൻ്റെ സമീപത്തേക്ക് നടന്നു. പിങ്കളകനാകട്ടെ ദമനകൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് കാള വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. നോക്കുമ്പോൾ അതാ വരുന്നു അവൻ. ദമനകൻ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ശരി തന്നെ. തല കുമ്പിട്ട് വാൽ താഴ്ത്തി ഇടറുന്ന കാലുകളോടെയാണ് കാളയുടെ വരവ്. തന്നെ ആക്രമിക്കാനാണെന്നുറപ്പ്. സഞ്ജീവകൻ അടുത്തെത്തിയ നിമിഷം സിംഹം അവൻ്റെ നേർക്ക് ചാടി വീണു. പിന്നെ നടന്നത് ഭയങ്കരമായ യുദ്ധമായിരുന്നു. സിംഹം കാളയുടെ ദേഹത്ത് തൻ്റെ കൂർത്ത നഖങ്ങൾ ആഴ്ത്തി. കാളയും വിട്ടുകൊടുത്തില്ല. ബലമേറിയ കൊമ്പുകൾ കൊണ്ട് അവൻ സിംഹത്തെ കുത്തി. ഇരുവരും രക്തത്തിൽ കുളിച്ചു. ഇതെല്ലാം കണ്ട് ദൂരെ മാറി നിൽക്കുകയായിരുന്നു ദമനകനും കരടകനും. ദമനകൻ്റെ പ്രവർത്തികളുടെ ഫലമാണ് ഈ യുദ്ധമെന്ന് മനസ്സിലാക്കിയ കരടകൻ പറഞ്ഞു, എടാ വിഡ്ഢി, ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. നീ ഒറ്റ ഒരുത്തനാണ് ഇതിന് കാരണം. കണ്ടില്ലേ നമ്മുടെ രാജാവിൻ്റെ അവസ്ഥ? വിഡ്ഢികളുടെ ഉപദേശം കേൾക്കുന്ന രാജാക്കന്മാർക്ക് ഒടുവിൽ വിനാശമായിരിക്കും ഫലം. ബുദ്ധിമാന്മാർ എപ്പോഴും അനുരഞ്ജനത്തിൻ്റെ വഴി മാത്രമേ സ്വീകരിക്കൂ. കാരണം അഹിംസയിലൂടെ വിജയം വരിക്കുന്നവർക്കേ സ്വസ്ഥതയുണ്ടാകൂ. സാമം, ദാനം, ഭേദം, ഇത് മൂന്നുമാണ് ബുദ്ധിയുടെ താക്കോലുകൾ. നാലാമത്തേത് ദണ്ഡം. ഇത് പൗരുഷത്തിൻ്റെ ലക്ഷണമാകാം. പക്ഷേ അവിടെ ബുദ്ധി കാണില്ല. ബുദ്ധിയുടെ പിന്തുണയില്ലാത്ത കരുത്ത് നിഷ്ഫലമാണ്. കരടകൻ പറഞ്ഞു, മന്ത്രിയുടെ മകൻ എന്ന നിന്റെ അഹന്ത കൊണ്ടാണ് നീ ഏഷണി പ്രയോഗിച്ച് അവരെ തമ്മിലടിപ്പിച്ചത്. പക്ഷേ അത് നിന്റെ നാശത്തിലേ കലാശിക്കൂ. ദുഷ്ടന്മാരായ ഉപദേശകരുള്ള രാജാവ് എത്ര നല്ലവനായാലും അപകടകാരിയാണ്. മുതലകൾ മറഞ്ഞിരിക്കുന്ന സുന്ദരമായ തടാകം പോലെയാണത്. മൂഢന്മാരോടും ബുദ്ധി ഉപദേശിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവർക്കും കാഴ്ച കൂടുന്നു, മൂങ്ങകൾക്കോ കാഴ്ച മറയുന്നു. യുദ്ധം ചെയ്യാത്ത രാജാവ്, മുഖസ്തുതിയിൽ മയങ്ങുന്ന രാജാവ്, ഇങ്ങനെയുള്ള രാജാക്കന്മാരുടെ പ്രതാപം വേഗം അസ്തമിക്കും. രാജാവിനെ പറഞ്ഞു മയക്കിയ കള്ള സന്യാസിയെ മന്ത്രി ചുട്ടുകൊന്ന കഥ കേട്ടിട്ടില്ലേ? ദമനകൻ ആ കഥ കേട്ടിട്ടുണ്ടായിരുന്നില്ല. കരടകൻ ദമനകനോട് ആ കഥ പറയാൻ തുടങ്ങി. കൂട്ടുകാരെ, നമുക്ക് ആ കഥ അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? ആദ്യമായി കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു. ആ കള്ള സന്യാസിയെ മന്ത്രി ചുട്ടുകൊന്ന കഥയുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും ഞാൻ എത്തുന്നതുവരെ കാത്തിരിക്കുക.